എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിംഗ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 84 പോയിൻ്റാണ് മൈനസിൽ മാർക്കറ്റ് നിൽക്കുന്നത്. 84 പോയിൻ്റ് എവിടെ വരും, എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ വ്യൂവിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ 23,528 എന്നുള്ള ഒരു ലെവല് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പോലെ 23,528 ഭാഗത്തൊരു കൺസോളിഡേഷൻ സോൺ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കേസ് 1 ഡേയിലും മന്ത്ലി, വീക്ക് ഒക്കെ ഡൗണിലേക്കാണ് ട്രെൻഡ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് 184 പോയിൻ്റാണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എവിടം വരെ വരും എന്ന് നമുക്ക് നോക്കാം. 23,528 വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് 23,660 നിൽക്കുന്നത്. 23,660 മൈനസ് 85 റൗണ്ട് ചെയ്ത് കൂട്ടാം. 23,575 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 23,575 എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. ഇവിടെ 23,554 ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ 23,592 ഒരു ഡോട്ട്, പിന്നെ ഒരു വൈറ്റ് ഡോട്ട് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഒരു സോൺ ആദ്യം അങ്ങ് വരച്ചു വെക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ സോണിന് താഴത്താണ്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ആദ്യമേ ഗ്യാപ്പ്, രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഒന്ന്, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാപ്പ് ഫില്ലിങ് അങ്ങ് നടക്കും. അതായത് നേരെ താഴത്ത് വന്നു, ഒന്ന് സ്ട്രഗിൾ ചെയ്തു, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ എന്താ വേണ്ട, ഗ്യാപ്പ് ഫില്ലോട് കൂടിയിട്ടുള്ള റെഡ് ക്യാൻഡിൽ വരുമോ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 23,652 ഒരു റീടെസ്റ്റോ ഗ്യാപ്പ് ഫില്ലിങ്ങോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്ന 23,528 എന്നുള്ളൊരു ലെവലിലേക്ക് മാർക്കറ്റ് പോകുമോ ഇല്ലയോ എന്നാണ് നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത്. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി.
കുറച്ച് പോയിൻറ്റും കൂടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാം. അപ്പോൾ ഈ സ്പേസിലേക്ക് 23,528 ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ ചെയ്ത് ബോക്സിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമ്മൾ മുകളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കി, മാർക്കറ്റ് വലിയൊരു ഡൗൺ വന്ന് കൺസോൾട്ടേഷനായി, വീണ്ടും മാർക്കറ്റ് ഒരു ഡൗൺ വന്ന് കൺസോൾട്ടേഷൻ ആകുമ്പോൾ SMA ഓൾമോസ്റ്റ് 23,652 എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ താഴത്ത് പോയിട്ട് മേ ബി തിരിച്ചു വന്ന് ഈ ഭാഗത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ആയേക്കാം. അതിനുള്ളൊരു സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രീവിയസ് ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്, ആ ലോവിൽ നിന്ന് റിവേഴ്സ് ആവാം. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആ സമയത്താണ് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്റ്റിൽ RSI ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഇന്നത്തെ വ്യൂ. ബോക്സിന് പുറത്തേക്ക് പോവാതെ നമുക്ക് അപ്സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സ്ക്രീൻ അങ്ങ് മാറ്റിയിടാം. കാരണം സെക്കൻഡ് സ്ക്രീനിലേക്ക് നമ്മൾ അനലൈസ് ചെയ്ത് ഇട്ടാലാണ് നമുക്ക് കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 82 പോയിൻറ്റ് മൈനസ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് സിയുടെ സ്ട്രൈക്ക് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 263 എന്ന് പറയുമ്പോൾ ഒരു 200 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് C23,500 നോക്കാം. അതവിടെ താൽക്കാലികമായിട്ട് നിൽക്കട്ടെ, പിന്നെ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ പിയുടെ സ്ട്രൈക്ക് 246 എന്നുള്ളത് 179 23,700 ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി. നമ്മൾ നോക്കിയത് 23,528 23,800 പി നമുക്ക് തൽക്കാലം നോക്കി വെക്കാം. അപ്പം അതിൻ്റെ ടാർഗറ്റും ലെവലുകളൊക്കെ ആദ്യമേ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. 190 മുകളിലാണ് എന്തായാലും ഓപ്പൺ ചെയ്യത്തുള്ളൂ മാർക്കറ്റ്. അപ്പോൾ അത് എവിടം വരെ പോകാം? ഇരുന്നൂറ്, 237, 250, 275. പീക്ക് ലെവൽ എന്ന് പറയുന്നത് 370, 170, 200 അത്രയൊന്നും 370 വരെയൊക്കെ പോവില്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിലും നമുക്കവിടെ ലൈൻ ഒരെണ്ണം വരച്ചിട്ടേക്കാം. ഏകദേശം 370 ഭാഗം. അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ, അതായത് പിയുടെ മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക്. അപ്പോൾ 200 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് എന്തായാലും ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ 3 ലെവലാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളത്. 200, 250, 275 ലെവലാണ് ആദ്യം നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളത്. അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അതനുസരിച്ചിട്ട് നമുക്ക് 190, 200, 250, 280 RSIയുടെ ക്രോസ് ഓവർ ആ ലെവലിലൊക്കെയാണ്. ഇപ്പോൾ 290 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് 1 മിനിറ്റ് കൂടെ ഉണ്ട് ഓപ്പൺ ആവാനായിട്ട്. $23,800 പി. അപ്പം ആദ്യം ഒരു 21 പോയിന്റ് കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 241 ഒരു ടിപ്പാണ്. 2 തവണ മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തൊരു ടിപ്പാണ് 239 എന്നുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കൾസർ അവിടെ വെച്ചേക്കാം. 241 ഓപ്പൺ ചെയ്തതേ 250 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 250. അപ്പോൾ ഞാൻ അവിടെ ഒരു ബൈ പൊസിഷൻ ഇട്ടു. കിട്ടിയപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ 280 കറക്റ്റ് ട്രിഗർ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. 280 വരെ മാർക്കറ്റ് നിൽപ്പുണ്ട്. 250 താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഡൗൺ ആണ്.
275 നമ്മുടെ എൻട്രി പ്രൈസ് വരുന്നത്. അപ്പോൾ 280 വരെ മാർക്കറ്റ് പോകും. 280ലേക്ക് 150, 270, 290 വരെ മാർക്കറ്റ് പോയാൽ 21 പോയിന്റ് കിട്ടും. 290 പോകുമെന്ന് നമുക്ക് നോക്കാം. 290 പോയി കഴിഞ്ഞ് 289 ആ ലെവല് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 10 പോയിന്റ് കൂടെ. ഇരുന്നൂറ്റി 290 എന്ന് പറയുമ്പോൾ 289 ആ ഒരു ലെവലും വലിയ പ്രശ്നങ്ങളില്ല. ഒരു ഇത്തിരി എൻട്രി ചെറിയൊരു വ്യത്യാസം വന്നോണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി കുറച്ചും കൂടെ താഴത്തുനിന്ന് നമുക്ക് കിട്ടിയേനെ. 290, 282, 290 ആ ഭാഗത്ത് 289.75 സെൽ ലിമിറ്റ് അവിടെ കിടക്കട്ടെ. ചിലപ്പോൾ ഒറ്റയടിക്കേ ചിലപ്പോൾ മാർക്കറ്റ് അടിക്കത്തുള്ളൂ. അതവിടെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. സിയുടെ കാര്യങ്ങൾ ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. പിയുടേത് RSI മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കത്തില്ല. 277, 80, 13 പോയിൻ്റാണ് ഓൾറെഡി നമ്മളെന്താ പിയിൽ കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത്. ഒരു 290 എന്നുള്ള ലെവൽ 2-3 പ്രാവശ്യം അവിടെ എഴുതി കാണിച്ചതാണ്. അപ്പം അങ്ങോട്ടൊരു വിക്ക് അടിക്കുമെന്ന് നമുക്ക് നോക്കാം. 267 കൺസോൾട്ടേഷൻ സോണുള്ള കാരണം അതിന് താഴത്തോട്ടൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് പിന്നെ ആവറേജിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. പിന്നെ എന്തായാലും ഒരു വലിവൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരും. കാരണം RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിവേഴ്സൽ ക്യാൻഡിലൊക്കെ പൊതുവേ വരാറുള്ളതാണ്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ചിലപ്പോൾ ഒരു റെഡിഷ് ക്യാൻഡിലായിരിക്കും മേ ബി വരുന്നത്. അത് 267 വരെയൊക്കെ വരാം. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ റിവേഴ്സ് 267 ഭാഗത്തേക്ക് ഒരു റിവേഴ്സ് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ്. അതായത് ഇൻഡെക്സിൽ മാർക്കറ്റ് 23,558 നിൽക്കുന്നത്. അപ്പോൾ 23,522 ഒരു കൺസോളിഡേഷൻ സോൺ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് 23,522 ഒരു ഡൗണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് വെച്ചേക്കണ 289 ഭാഗത്താണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് വരെ മാർക്കറ്റ് വന്നതാണ്. 287 വരെ മാർക്കറ്റ് വന്നതാണ്. 10 പോയിൻ്റ് മൂവ് ചെയ്താണ്. പക്ഷെ നമ്മളവിടെ എക്സിറ്റ് ചെയ്തില്ല. നമ്മൾ 290 ഇട്ട് വെച്ചേച്ച് ഒറ്റയടിക്ക് ട്രിഗർ അടിക്കുമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ 10 പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അത് കണ്ടുമില്ല. കാരണം ഞാൻ ഇൻഡെക്സിൻ്റെ പുറകെ സ്ക്രീനിൽ നോക്കിയിരുന്ന കാരണം ഇപ്പുറത്ത് 10 പോയിന്റ് കയറിയത് കണ്ടതുമില്ല. നമുക്ക് 23,522 ഒരു കൺസോളിഡേഷൻ സോൺ ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുമോ? അതിനു മുമ്പ് ഒരു വൈറ്റ് ലൈൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിന്നിട്ട് റിവേഴ്സ് ആയത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 പോയിന്റ് കിട്ടിയതായിരുന്നു, കണ്ണിൽ പെട്ടില്ല. എനിവേ 296 ഭാഗത്തേക്കുള്ള എക്സ്പാൻഷനും മാർക്കറ്റ് നിലവിൽ കാണുന്നുണ്ട്. ഓക്കെ, എന്നിട്ടും ഹിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. 10 പോയിന്റ് ഓൾറെഡി ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ട്രിഗർ 296 വരച്ചു വെച്ച സ്ഥിതിക്ക്
290 വരച്ചു വെച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നിന്ന് മാറുന്നത് ശരിയല്ല. ഓക്കെ, ടാർഗറ്റ് ഹിറ്റായി. നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റായിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ മാർക്കറ്റ് കയറാനായിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ മാർക്കറ്റ് 23,522 ഇട്ട് ഫാൾ ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ പി പോകാനായിട്ടുണ്ട്. 295 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സിൽ 23,541 23,522 ഒരു കൺസോൾട്ടേഷൻ സോണ്. അപ്പോൾ ഇൻഡെക്സിലൊരു 10 പോയിൻ്റ് പോകാനായിട്ടുണ്ട്. അപ്പം അതിൽ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പറഞ്ഞ ലോവർ ലെവലിലേക്കാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ചാട്ടം കൂടെ താഴത്തേക്ക് ചാടണം. അത് അടുത്ത 15 മിനിറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. 294, 95 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 298 ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 23,535 ആയിട്ടുണ്ട്. 23 കൺസോൾട്ടേഷൻ സോണ്. മാർക്കറ്റ് 297 7 പോയിന്റ് കൂടുതൽ പോയിട്ടുണ്ട്. 300 ആയിട്ടുണ്ട്. നമ്മളുടെ ടാർഗറ്റിലേക്ക് അടുത്തു. 23,528 ടാർഗറ്റ്. അപ്പോൾ നമ്മൾ 10-20 പോയിന്റ് 21 പോയിന്റ് അടുത്ത് മൂവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 11 പോയിന്റിൽ ഓൾമോസ്റ്റ് ലോക്ക് ചെയ്തത്. അത് ഓൾറെഡി 20 പോയിന്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. 1000 റുപ്പീസ് 1001 കിട്ടിയപ്പോഴത്തേക്കും അത് അവിടെ ക്വിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 23,532 ഇൻഡെക്സ് നിൽക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് പ്രൈസ് 23,520 അപ്പോൾ അടുത്ത 30 മിനിറ്റിൽ ഇനിയിപ്പോൾ ഒരു 7 മിനിറ്റ് ഉണ്ട്. അവിടെ മാർക്കറ്റ് ഒന്ന്, ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട്. ഈ വൈറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തത് കാരണമാണ് അവിടെ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആരുടെയും കണ്ണ് ചിലപ്പോൾ പെട്ട് കാണില്ല, പക്ഷെ നമ്മുടെ കണ്ണിൽ പെടാതിരിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള ഒരു 317 അടുത്ത ടാർഗറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതടുത്ത് എനിക്ക് തോന്നുന്നത് 310 വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഹിറ്റ് ചെയ്യാനുള്ളത് 317. അപ്പോൾ അത് 5 മിനിറ്റിൻ്റെ RSI മേളിൽ വരാനുണ്ട്. 9:30-10 മണിയോട് കൂടിയിട്ടൊക്കെ ചിലപ്പോൾ എത്താം. വരുന്ന ക്യാൻഡിൽ എല്ലാം ഗ്രീൻ ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ 300ൻ്റെ ഭാഗത്ത് മാക്സിമം ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് 1 പോയിന്റോ 2 പോയിന്റോ കയറ്റി സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അതായത് നിങ്ങൾ 2 ലോട്ട്, ഇപ്പോൾ 1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 ലോട്ടോ 3 ലോട്ടോ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 പോയിന്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സോൺ ആകുമ്പോഴത്തേക്കും അവിടെ 2 ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് 1 പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് RSI ക്രോസ് ഓവർ ആവുന്ന വരെയും കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ നമ്മൾ 1 പോയിന്റ് കയറ്റി വെച്ചത് അടിച്ചു പോകും, ഇല്ലെങ്കിൽ അത് 317 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് 369. അത് ഈ 5 മിനിറ്റിൻ്റെ RSI 50% നിന്ന് തിരിയാം, അല്ലെങ്കിൽ മേളിൽ പോയിട്ട് തിരിയുമ്പോൾ എവിടെ എത്തും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. എന്തായാലും 317 പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 9:30 ക്യാൻഡിലോ 9:45 ക്യാൻഡിലോ ഒരു മൂവ്മെൻറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇനി ക്യാൻഡിലൊന്ന് സെറ്റിൽ ആവാനുള്ള ടൈം കൊടുക്കണം. കാരണം ഇവിടുത്തെ വൈറ്റ് ഡോട്ട് ഇത്തിരി ഡേഞ്ചർ സപ്പോർട്ടാണ്. 300 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അടുത്തത് 310 317 പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതേ ഉള്ളൂ. 2 ലോട്ടാണെങ്കിൽ 1 ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം 1 പോയിന്റ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. അത് എത്രത്തോളം പോവോ അത്രത്തോളം പോട്ടെ എന്ന് വിചാരിക്കുക. 317 വരെ മാർക്കറ്റിൽ ചാൻസ് ഉണ്ട്. 310 ഓൾറെഡി വരച്ച് ലൈൻ വന്നിരുന്നതാണ്. ഇപ്പം 310 9:30 ശേഷം 300 ബ്രേക്ക് ചെയ്താൽ 310, 9:45 ശേഷം 317 ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റിലേക്ക് എത്താനായിട്ട് ഇൻഡെക്സിൻ്റെ നോക്കുമ്പോൾ 23,520 ഒരു 11 പോയിന്റ് ഇൻഡെക്സിൽ താഴുക എന്ന് പറഞ്ഞാൽ ഒരു 8 പോയിന്റ് സ്ട്രൈക്കിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. 528 8 പോയിന്റും കൂടെ താഴ്ന്നാൽ മതി. പക്ഷെ ഇവിടെ വോളിയം വന്നിട്ടില്ല. വോളിയം ചിലപ്പോൾ ഒരൊറ്റടിക്കായിരിക്കും 317 പോകുന്നത്. അപ്രോക്സിമേറ്റ് ലെവലാണ്. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എൻട്രി എടുത്തതാണ്. പിന്നെ എക്സിക്യൂട്ടീവ് ആയപ്പോൾ ഒരു ഡിലേ ആയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് എൻട്രി എടുത്തത്. ഇപ്പോൾ 296, 300, 310, 317 9:30 ആകുമ്പോഴത്തേക്കും ക്യാൻഡിൽ നോക്കാം. 4 മിനിറ്റ് കൂടെ ഉണ്ട്.
ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. RSI ഈ 50% ചെറിയൊരു ചരിവ് വന്നിട്ടുണ്ട്. അത് ട്രാപ്പാണോ ജെന്യുവിൻ ആണോ എന്നുള്ള നമുക്ക് 2 മിനിറ്റിൽ കൂടെ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 170 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളൂ. 9 അറിയാൻ പറ്റും. പ്രീവിയസ് ഇവിടെ ഒരു 2 മിനിറ്റിൻ്റെ 9:21 ക്യാൻഡിലുണ്ട്. അതിൻ്റെ ഹൈയും അതേപോലെ തന്നെ 9:19 ക്യാൻഡിലിൻ്റെ ഹൈയും മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കൺസോളേഷൻ സോണിൽ നിൽക്കുന്ന കാരണമാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ RSI ഇവിടെ ഓൾറെഡി 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് സിയിൽ പിന്നെയും ചെറിയൊരു ചാൻസ് നിലവിൽ നിൽക്കുന്നത് 9:30 ക്യാൻഡിലിൽ. സമയം 9:28, 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഇത് 150 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ സി ഡൗണ് 163 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഒരു 169-70 വരെയൊക്കെ സി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 2 ക്യാൻഡിലിൻ്റെ ഹൈ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് 162-63 ബ്രേക്ക് ചെയ്യണം. 63 ബ്രേക്ക് ചെയ്താൽ 66-69 വരെയുള്ളൊരു മൂവ് നിലവിൽ നിൽപ്പുണ്ട്. ബട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസസും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കർവൊന്നും വന്നിട്ടില്ല സിയിൽ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സിയിലേക്ക് ഫോക്കസ് ചെയ്യാത്തത്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നല്ലൊരു അടിയിപ്പ് എന്തായാലും വരും. ഒരു ഹൈ വോളിയം ജനറേറ്റഡ് മൂവ് ഒന്നെങ്കിൽ സി കാർക്കട്ട് പണി കൊടുക്കണം, ഇല്ലെങ്കിൽ പി കാർക്കട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ സി കാർക്കട്ട് പണി കൊടുക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അടുത്ത ക്യാൻഡിലിൽ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 162 ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു മൂവ് സിയിൽ കിട്ടും. അതർവൈസ് 180 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് ഫാളാവും അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. കാരണം സിയിലൊരു ചെറിയ ഭാഗം 2 ക്ലിയർ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 164 അതിൽ 9:15 ക്യാൻഡിലിൻ്റെ ഹൈ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. 9:21 ക്യാൻഡിലിൻ്റെ ഹൈ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി 9:19 ഒരു ഹൈ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. അത് ക്രോസ് ഓവർ നമ്മൾ കിട്ടാത്തത് കൊണ്ടാണ് ഓരോ സൈഡ് ക്ലിയർ ചെയ്യുന്നു എന്ന് പറയണത്. ഒരു ലോങ് ഹോൾഡിങ്ങിനുള്ള സാഹചര്യങ്ങൾ നിലവിൽ വന്നിട്ടില്ല. RSI ക്രോസ് ഓവർ ആയത് കാരണം, ക്രോസ് ഓവർ ആവാത്ത കാരണം. ഇനിയൊരു മൂവ് 300 മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 317 മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ്. അടുത്ത മൂവ് 300 മുകളിലോട്ട് കിട്ടണം. രണ്ടാമത്തെ കേസ് ഇൻഡെക്സിൽ 15 മിനിറ്റ്സിൻ്റെ ഡോജി ക്യാൻഡിലാണ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കണേ. റെഡ് ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റടിക്കായിരിക്കും 300 ബ്രേക്ക് ചെയ്തിട്ട് 317 മാർക്കറ്റ് പോകുന്നത്. കണ്ണടച്ച് ഉറക്കണതിന് മുമ്പ് ഒരു മൂവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ഇപ്പോൾ എല്ലാവരും സി ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സി എടുത്ത് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. ആ സി കാർക്കട്ട് ഒരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് നല്ലൊരു ഡിപ്പ് വരും. ആ ഡിപ്പ് 300 ബ്രേക്ക് ചെയ്താൽ 317 ഒരു മൂവ്മെൻറ്റ് പിയിൽ നമുക്ക് കിട്ടും. കാരണം 5 മിനിറ്റിൽ RSI 50% ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് എടുക്കാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് സിയിൽ
2 മിനിറ്റിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 170 അതിൻ്റെ ഒരു ടിപ്പ് ലെവൽ എന്ന് പറയണം. 170 മൂവ്മെൻറ്റ് കിട്ടിയാൽ അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ഒരു ക്യാൻഡിൽ 919 ക്യാൻഡിലിൻ്റെ ഒരു ഹൈ ഇവിടെ നിലവിൽ നിൽപ്പുണ്ട്. അങ്ങോട്ട് പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. അതാണ് 300 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മൂവ് കിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. ആ ക്യാൻഡിലിൻ്റെ ഹൈയും മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് 168.70 ഭാഗത്തേക്ക്. അതാണ് നമ്മൾ 2 മിനിറ്റിൽ നോക്കിയതിൻ്റെ റീസൺ. ഒരു റിവേഴ്സിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ഇങ്ങോട്ട് പോകാനുണ്ടായിരുന്നതുകൊണ്ടാണ്. 62 ഒരു 6 പോയിൻ്റ് മൂവ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും പോയാൽ പോരാ, ഈ ക്യാൻഡിലിന് ഹൈ വരെ വരണമെന്നുള്ളതാണ്. 170.80 ഒരു വിക്കും കൂടെ അടിച്ചാൽ. ഹൈ വോളിയാണ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വോളിയം അങ്ങനെ പൊതുവേ നോക്കാറില്ല. ക്യാൻഡിലിൻ്റെ ഫ്ലക്ച്വേഷൻ വെച്ചിട്ടാണ് വോളിയം ജനറേറ്റഡ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ കണക്കൂട്ടിയെടുക്കുന്നത്. വോളിയം കൂടുതൽ കയറുന്നുണ്ട്. ഇരുന്നൂറ്റി 170.80. അടുത്ത 300 ബ്രേക്ക് ചെയ്തുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 317 ഒരു 17 പോയിന്റിൻ്റെ മൂവ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ വോളിയം നോക്കിയിട്ടില്ല, നമ്മൾ ക്യാൻഡിലിൻ്റെ ഫ്ലക്ച്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. 2 മിനിറ്റിൻ്റെ RSIയിൽ ക്രോസ് ഓവർ വന്നിട്ടുള്ളത് കൊണ്ടാണ്, ചെറിയൊരു മടക്ക് 5 മിനിറ്റിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ 300 ബ്രേക്ക് ചെയ്താൽ മാത്രം 317 മാർക്കറ്റ് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം സിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 2 ക്യാൻഡിലിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിയിൽ എവിടം വരെ പോവാം, 193 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള 194 ബ്രേക്ക് ചെയ്താൽ 204 വരെ മാർക്കറ്റ് പോകും. നമ്മൾ RSIയുടെ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് 2 മിനിറ്റിൽ ആർക്കട്ടാണ് പണി കൊടുക്കാനുള്ളൊരു ഡൗട്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സി കട്ടാണോ പി കട്ടാണോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ RSI ക്രോസ് ഓവർ കിട്ടിയപ്പോഴാണ് ഹൈ വോളിയം ഫ്ലക്ച്വേഷൻസ് ഇവിടെ കണ്ടത്. നമ്മൾ വോളിയം ക്യാൻഡിലൊന്നും നോക്കിയിട്ടില്ല. സാധാരണ വോളിയം നോക്കും, അതിൽ എത്ര വോളിയം ബയേഴ്സ് വന്നു, എത്ര വോളിയം സെല്ലേഴ്സ് വന്നു എന്നൊക്കെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിവിടെ വെറും ക്യാൻഡിലിൻ്റെ ഫ്ലക്ച്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നല്ല ബിഗ് ക്യാൻഡിൽ ഫോം ആവുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയേക്ക് തന്നെ 70 തൊട്ട് 86 വരെ. അപ്പോൾ 70 തൊട്ട് 190 എത്ര വരെ പോകാനുണ്ട്, 194 വരെ മാർക്കറ്റ് പോകാനായിട്ടുണ്ട്. അപ്പോൾ 194 പോകുമ്പോഴത്തേക്കും ആണെങ്കിലും 162 മുകളിൽ നമ്മൾ പറഞ്ഞു ഒരു ക്യാൻഡിൽ കഴിഞ്ഞു. രണ്ടാമത്തെ ക്യാൻഡിൽ, അതായത് അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് മുകളിലോട്ടായിരിക്കും. സിയുടെ മൂവ്മെൻറ്റ് അത് 194 ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റ്. 194 ബ്രേക്ക് ചെയ്താൽ 201 മാർക്കറ്റ് മൂവ് ചെയ്യണേ. 190 ആയിട്ടുണ്ട്, 91, 96, ഇനിയുള്ളത് 201. ഇനി മുട്ടാനായിട്ടുള്ളത് SMA മാത്രമേ ഉള്ളൂ. നമ്മൾ 294 റിജക്ഷൻ പോയിന്റ് പറഞ്ഞത്, 194. ഇവിടെ ഒന്ന് ചെറിയൊരു കൺസോളേഷൻ കഴിഞ്ഞിട്ട് ഒരു അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ
197ലേക്കുള്ള മൂവ്മെൻറ്റ് ഇനി എന്തായാലും ഉണ്ടാകത്തുള്ളൂ. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് 176 സപ്പോർട്ട് എടുക്കാം. 176ൻ്റെ താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവുള്ളൂ. ഈ റെഡ് ഒരു റെഡാണെന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് ക്യാൻഡലിൽ തിരിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് പോകും. 2 മിനിറ്റിൻ്റെ RSI ഓൾറെഡി 50% അല്ലെങ്കിൽ ക്രോസ് ഓവർ ആവണം. നമ്മൾ പ്രതീക്ഷിച്ചത് 194 വരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. സിയിൽ തിരിച്ച് കയറുന്നുണ്ട്, അല്ല പിയിൽ തിരിച്ചുള്ള മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അത് 295 ബ്രേക്ക് ചെയ്ത് പോയാൽ 317ലേക്ക് പോകും. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, RSI സ്റ്റിൽ പീക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ മൂവ് ചെറിയ ക്രോസ് ഓവറിൽ നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. RSI പീക്കാണ് 5 മിനിറ്റ് നിൽക്കുന്നത്. 298ആയി, 307ആയി, 314ആയി, 317 വന്നില്ല. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ നോക്കണം. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഇട്ട് തിരിച്ച് ഫില്ല് ചെയ്യാൻ പോകുന്നു. ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്, സീക്കട്ടോ പീക്കട്ടോ എന്തായാലും ഒരു പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. പിന്നെ കണക്കും പ്രകാരം മാർക്കറ്റ് എത്തേണ്ടടുത്ത് എത്തിയിട്ട് റിവേഴ്സ് ആയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 2 മിനിറ്റിൻ്റെ RSI നോക്കി ക്രോസ് ഓവർ തീരുമാനിച്ചു, മാർക്കറ്റിൽ മൂവ് കിട്ടി. ഇപ്പുറത്ത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന 317ആണ്. അത് അപ്രോക്സിമേറ്റ് ഒരു ലെവലാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ബഫർ സോൺ, വയലറ്റ് ലൈൻ്റെ ടോപ്പ് വരെ വന്നിട്ടുള്ളൂ. 317 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 317 ഇല്ല, 315 വരെ എങ്ങാണ്ട് വന്നിട്ടുള്ളൂ. 314.90. ബ്ലൂ ലൈൻ വരക്കുന്നത് എപ്പോഴും നമ്മൾ ഏകദേശം ഒരു ലെവൽ വെച്ചിട്ട് വരക്കുന്നതാണ്. അത് ചിലപ്പോൾ കറക്റ്റ് ആവാം, ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പോകാം, ചിലപ്പോൾ അതിൻ്റെ താഴെ വരാം. എന്ന് വെച്ചാൽ 317.45 ട്രിഗർ പ്രൈസ് ആണെന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. രണ്ട് പേർക്കട്ടും പണി വന്നിട്ടുണ്ട്. സി കാർക്കട്ടും പണി കൊടുത്തിട്ടുണ്ട്, പി കാർക്കട്ടും പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിയിലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റി, സിയിലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റി. 295 ബ്രേക്ക് ചെയ്താൽ 317 എന്നാണ് പറഞ്ഞത്. സ്റ്റിൽ RSI ക്രോസ് ഓവർ ആയിട്ടില്ല. അത് മേളിൽ ചെന്ന് ക്രോസ് ഓവർ ആയിട്ടായിരിക്കും ഇനി അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ നോക്കുന്നുള്ളൂ. വലിയ വലിയ പ്ലേ ഒക്കെ മാർക്കറ്റിൽ വരും. ആ സമയത്ത് നമ്മൾ ആത്മസംയമനം പാലിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. SMA മുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാലും നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് 194 ഫസ്റ്റ് റിജക്ഷൻ പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ഒരു 5 പോയിന്റിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ 5 പോയിന്റിന് വേണ്ടി ഗ്രീഡി ആവുമ്പോഴാണെന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും പോയിന്റ് കയറി അന്നേരം 5 പോയിന്റും കൂടെ എടുക്കട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ആറ്റം പണിയാണ് കിട്ടിയിരിക്കണേ. അവർ ഈ സമയത്ത് പേടിച്ച് ജീവനും കൊണ്ട് ഓടിക്കാണും. നമ്മൾ അതിനു മുമ്പ് ഹിഡൻ ആയിട്ടുള്ള 192 ഈ ഒരു വൈറ്റ് ഡോട്ട് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ 194 ഫസ്റ്റ് റിജക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് എക്സിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 65 എന്നാണെങ്കിലും 75, 85, 95, 30 പോയിന്റാണ് ഈ ഒരു മൂവിൽ കിട്ടിയിരിക്കണേ. നമ്മൾ രണ്ട് RSI ഇട്ടതിൻ്റെ റീസൺ അതാണ്. 5 മിനിറ്റിൽ RSI ഹൈവേ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കാം. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഈ മാർക്കറ്റ് അനലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ചെറിയ കാര്യമല്ല. നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ നിൽക്കണം. പെട്ടെന്നൊരു മൂവ് കാണുമ്പോൾ നമ്മൾ പേടിച്ച് പോയി കഴിഞ്ഞാൽ പോയി, അവിടെ തീർന്നു. മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ലെവല് ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ലൈനാണ് നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റ്. അത് ഓൾറെഡി ആയതാണ്. എഗെയിൻ ഒന്നും കൂടെ അവിടെ മാർക്കറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ മാർക്കറ്റ് വീണ്ടും താഴത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ടാർഗറ്റ് പിയിൽ കിട്ടി, ഓപ്പോസിറ്റ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിലും കിട്ടി ബോധിച്ചിട്ടുണ്ട്. നമ്മൾ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ച് വെച്ചു. അതിനുശേഷം താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു, അത് കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ 317 എന്നുള്ളത് അതൊരിക്കലും നമുക്ക്
അക്കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും 317 നമ്മൾ വരച്ചിട്ടേലും 315 വരെയെങ്കിലും വന്നില്ലേ. ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ വരച്ചിട്ട ലൈൻ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ലൈനാണ് ബ്ലൂ വരക്കണത്. അത് തന്നെ കറക്റ്റ് ട്രിഗർ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. എങ്കിലും ഒരു 80% ഒക്കെ നമ്മൾ വരച്ചിട്ടത് ട്രിഗർ ആയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എനിവേ നമുക്ക് അടുത്ത മൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം 307. അപ്പം നമ്മളെ ഈ പറഞ്ഞ പോലെ ചാർട്ടിൽ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ 317 എത്തൂല്ലെന്നൊന്നും കൂടെ നോക്കാം. കാരണം വലിയ മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. 317 നമ്മൾ സൂക്ഷ്മമായിട്ടത് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഡി കെയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 317.45. അപ്പോൾ നമ്മളെ നാണം കെടുത്തരുത്. അപ്പോൾ ചാർട്ട് നമ്മളെ 317 മുട്ടിക്കുമോ എന്ന് നോക്കട്ടെ. നാണം കെടുത്താനല്ല, ചാർട്ടിനോട് എനിക്കൊരു വിശ്വാസമുണ്ട്. അതെ, പറഞ്ഞു തീർന്നില്ല. ചാർട്ട് നമ്മളെ നാണം കെടുത്തില്ല. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി 318 കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഹൈവേ സൈഡിലേക്കാണ് വണ്ടി കയറിയിരിക്കണേ. ഇനി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 3 ക്യാൻഡിൽ ചിലപ്പോൾ 369 വരെയൊക്കെ വരാം. അപ്പോൾ അതും നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എവിടം വരെ പോകുമെന്ന് നോക്കാം. 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ നമ്മൾ ഇതിങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് കൊണ്ടുപോയത്. ഈ ഒരു ക്യാൻഡലിന് ഹൈ ലെവലുണ്ട്, അതായത് 370. ഹൈ മൂവ്മെൻറ്റ് വന്നാൽ മാത്രം അങ്ങോട്ട് പോകത്തുള്ളൂ. ഇന്ന് പോകണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല. RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് എങ്ങനെയാണ്? പി സൈഡ് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞൊരു വാക്കാണ്, അത് ക്രോസ് ഓവർ കിട്ടാതെ നടക്കുകയല്ല. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു മൂവ്മെൻറ്റ് ഹൈ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ ചെന്ന് നിൽക്കുന്നത് 369 370 ഒക്കെ ആയിരിക്കും. കാരണം ഇനിയും ക്രോസ് ഓവർ ആയിട്ടില്ല. ക്രോസ് ഓവർ കഴിഞ്ഞ് സ്റ്റേബിളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മേ ബി മൂവ് ചെയ്തേക്കാം. ഞാൻ മുമ്പ് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടില്ല, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഒരു ആത്മാർത്ഥ സുഹൃത്തെന്ന പോലെയാണ് ഞാൻ ഈ ചാർട്ടിനെ കാണുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളെ ചാർട്ട് അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടില്ല. ചാർട്ട് വരക്കുന്ന ലൈനുകളും കണക്കുകളും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അതാണ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് സി കട്ടാണോ പി കട്ടാണോ ആദ്യം കൊടുക്കണമെന്നുള്ള ഡൗട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം 295 പല പ്രാവശ്യം കാണിച്ചത് കൊണ്ടാണ് നമ്മൾ 295 കോൺസെൻട്രേഷൻ ചെയ്തത്. അതേപോലെ 310 പലതവണ കാണിച്ചത് കൊണ്ടാണ് നമ്മൾ വീണ്ടും 310 മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞത്. മാർക്കറ്റ് ഹൈവേയിലാണ് കയറി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നല്ല രീതിയിൽ വോളിയം നല്ല രീതിയിൽ ജനറേറ്റഡ് ആവുന്നുണ്ട്. ഈ വോളിയം നല്ല രീതിയിൽ ജനറേറ്റ് ആവുന്നത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 ക്യാൻഡിലോ 4 ക്യാൻഡിലോ മാർക്കറ്റ് ചിലപ്പോൾ 369 വരെയൊക്കെ പോയേക്കാം. നമുക്കത് പറയാനേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് പോകും എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. ഓരോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഇനി ഉണ്ടാവാൻ പോകുന്നത് ഹൈ വോളിയാണ്. ആ ക്രോസ് ഓവറും കൂടെ കഴിഞ്ഞ് കിട്ടുന്ന മൂവ്മെൻറ്റും അതിനേക്കാൾ കൂടുതൽ ഹൈ വോളിയം ആയിരിക്കും. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ചിലപ്പോൾ 3 ക്യാൻഡിലോ 369 പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു റിജക്ഷൻ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും. ഹൈ വോളിയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വോളിയം ജനറേറ്റഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യമാണ്. ഇവിടെ ഒരു വിക്ക് വന്നിട്ടുണ്ട്. അതെ, ആ വിക്കും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അങ്ങ് താഴത്തോട്ട് ഇടിച്ച് പൊക്കോളും. ഇതിപ്പോൾ ഇവിടെ ഒരു വിക്ക് വന്നു, അങ്ങോട്ട് 3 സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നതാണ്. RSIയിൽ 50% 2 മിനിറ്റിൽ ക്രോസ് ഓവറും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മണിയായി? 9:52. 10 മണിക്കാണ് സാധാരണ ഒരു ട്രിഗർ മാർക്കറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻവിസിബിൾ ട്രിഗർ പ്രൈസ് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക്
കാണാൻ പറ്റുന്നില്ല. ചാർട്ട് പഴയ പോലെ എന്തോ ഓപ്പൺ ആവുന്നില്ല. പിന്നെ ഉള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. 330 ലോ 325. പിന്നെ ഉള്ളൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് 325. 325 330 ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അത് ഓൾറെഡി ഫില്ല് ചെയ്തെന്ന് തോന്നുന്നു. ഹൈ പോയിരിക്കണം 327 വരെയാണ്. അത് ആ ഗ്യാപ്പ് ഫില്ലിംഗ് മാർക്കറ്റ് നടത്തിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇനി ഒരു തവണ കൂടെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് 370 മാർക്കറ്റ് പോകത്തുള്ളൂ. ഇവിടെ 325 എന്നുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്തത് കൊണ്ടാണ് കേട്ടോ താഴത്തോട്ട് വരുന്നത്. ഇനി അഗെയിൻ 325 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാണ് 369 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 154 പുറത്ത് ക്യാൻഡിൽ നിന്നാൽ മാത്രമാണ് 54 ഒരു 56 നിന്ന് 62 ഒരു 6 പോയിന്റിന്റെ ചാൻസ് ഇവിടെ നിലനിൽപ്പുണ്ട്. 56 മുതൽ 62 വരെ. അല്ലാതെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട. നിലവിലുള്ള ക്യാൻഡിലിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. RSI 2 മിനിറ്റിൽ ക്രോസ് ഓവറുമാണ് കാണിക്കുന്നത്. ഇവിടെ പിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിൻ്റെ റിജക്ഷനാണ് ഈ കാണിക്കണത്. എഗെയിൻ അത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 369 മാർക്കറ്റ് മൂവ് ചെയ്യും. 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ വരാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പം ഇവിടെ ഒരു ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ഹയർ വിക്ക് വന്നിട്ടില്ല. ഇതിങ്ങനെ ഫ്ലക്ച്വേഷൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പം നമ്മൾ സിയിൽ SMA-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 62 വരെയാണ് പറഞ്ഞത്. 58 ഇപ്പം നിൽക്കുന്നത്, 61 നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് 156 മുതൽ 162 വരെയുള്ള 6 പോയിന്റ് നമ്മൾ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂവ്മെൻ്റാണ് ഈ ക്യാൻഡലിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ടെന്ന് നോക്കിയേ. 100 ഇവിടുത്തെ ലെവൽ ഇവിടെ ഹൈ എന്ന് എഴുതിയേക്കണത് കാണാം. 162. 56 മുതൽ 62 വരെ 6 പോയിന്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പിയുടെ ക്യാൻഡലിൽ RSIയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തത്? ഗ്യാപ്പ് ഫില്ല് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. 325 നമ്മൾ പറഞ്ഞത്. 327 വരെ പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് താഴത്തോട്ട് വരുന്നത്. അവിടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 327 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു റെഡ് ക്യാൻഡിലുണ്ട്, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയ ഒരു റെഡ് ക്യാൻഡിലുണ്ട്. അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞത് 187 ആണ്. ഇപ്പോഴും മാർക്കറ്റ് ഒരു ഡയറക്ഷൻ മൂവ് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി താഴത്തേക്ക് എഗെയിൻ ഒന്നും കൂടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് 137 ഭാഗത്തേക്ക് വരാം. ഒന്നും കൂടെ മാർക്കറ്റ് ഡൗൺ ആയിട്ടായിരിക്കും പിന്നെ മൂവ്മെൻറ്റ് മേളിലോട്ട് കിട്ടുന്നത്. ഇപ്പോൾ 5 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ക്രോസ് ഓവറിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന സ്ഥലം എവിടെയാണ്? 148 ഭാഗത്തേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത്. ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് 150 148 പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. 2 മിനിറ്റിൽ എവിടെയാണ് വന്നത്? പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് വന്നു. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? 56 മുതൽ 62 വരെ പറഞ്ഞിട്ടുള്ളൂ. അത് 65 വരെ പോയിട്ടുണ്ട്. 62 വരെയുള്ളൊരു 6 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ഇനി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് എവിടം വരെ വരാം? 137 വരെ വരാം. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് എവിടം വരെ പോകാനായിട്ടുണ്ട്? 188 വരെ മാർക്കറ്റ് പോകാനായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് മാർക്കറ്റ് കൺസോളിഡേഷൻ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. ക്യാൻഡിൽ നമ്മളോട് പറയും ഞാൻ ഇന്ന് കൺസോളിഡേഷൻ ആവാനാണോ പോണേ, വൺ സൈഡ് മാർക്കറ്റിനാണോ പോണേ എന്നുള്ളതൊക്കെ ക്യാൻഡിൽ കൃത്യമായിട്ട് പറയും. അത് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇവിടെ മല മറിച്ചിട്ട് നമുക്ക് വിക്സോ പുട്ട് കോൾ റേഷ്യോ ഓപ്പൺ ഇൻട്രസ്റ്റോ ഇവ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ക്യാൻഡിൽ എന്ത് പറയുന്നു, ചാർട്ടിൽ എന്ത് പറയുന്നു, ചാർട്ട് എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ. അതിന് ഏറ്റവും വലിയ തെളിവാണ് 317 എന്നുള്ളൊരു ലെവലും 325 എന്നുള്ളൊരു ലെവലും നമ്മൾ
നോട്ട് ചെയ്ത് വെച്ചേ. ഇനി എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടണേ? 325 ബ്രേക്ക് ചെയ്തിട്ടൊരു ഹൈ മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് 369ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് അറിയാനായിട്ട് എന്ത് ചെയ്യാം? 15 മിനിറ്റ്സിലേക്കൊന്ന് മാറ്റാം. RSI ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയുള്ളത് സിയിൽ ഒരു ലോങ് ഹോൾഡിംഗ് ആണ് ചെയ്യാനായിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. RSI ഒന്ന് ക്രോസ് ഓവറും കൂടെ കിട്ടിക്കോട്ടെ. ഒരു ലോവിലേക്കുള്ളൊരു ഡമ്പും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ 136ലേക്കുള്ളൊരു ഡമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ സിയിൽ ഹോൾഡിംഗ് ഒക്കെ നടത്താനും. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിയിലെ മൂവ്മെൻറ്റ് ലോങ് ഹോൾഡ് കിട്ടും, ബട്ട് താഴത്തേക്കുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് എന്തായാലും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ ഇവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്യാൻഡലിൽ ഒരു ലോവും കൂടെ ചിലപ്പോൾ താഴത്തോട്ട് വരാം. ദേ വരുന്നു, ലോ വരുന്നു. മാർക്കറ്റ് 332 ആയിട്ടുണ്ട്. 332 ഗ്യാപ്പ് ഫില്ല് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്കും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് താഴത്തോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. ഒരു തവണ കൂടെ താഴത്തോട്ട് ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഡൗൺ ആവത്തുള്ളൂ. ഒരു ലോ വന്നു എന്ന് വിചാരിച്ചിട്ട് ഡൗൺ ആവില്ല. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങും ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട്. 332 ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 152 അല്ലെങ്കിൽ എവിടം വരെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 187 വരെ വരാം. അപ്പോൾ ഈ ക്യാൻഡിൽ നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്തൊരു ക്യാൻഡിലാണ്. പിന്നെ റിസ്കി എൻട്രി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാൻഡിൽ ഇത്രയും മൂവ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞാണ് ഇതൊരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ കരുതുന്നില്ല. താഴത്തോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് നമുക്കൊരു സി വേണമെങ്കിൽ എടുത്ത് ഹോൾഡ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടാർഗറ്റ് 187 ആണ് വൈകുന്നേരത്തേക്ക്. പക്ഷേ അത്ര ഉറപ്പില്ലാത്ത ഒരു എൻട്രിയാണ്. കാരണം ഒരു ലോവും കൂടെ മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ സിയിലാണെങ്കിലും ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ. കാരണം 369 എന്നുള്ള 369 70 എന്നുള്ളൊരു ലെവൽ മാർക്കറ്റിൽ മുകളിൽ നിൽപ്പുണ്ട്. ഹൈ വോളിയാണ് മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇത് നല്ല രീതിയിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 2 ക്യാൻഡിൽ സാധനം 369 ചെല്ലും. ഇങ്ങനെ ഹാഫ് പോർഷനിൽ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് പോണത് മാർക്കറ്റ്. ഹൈ വോളിയം വരുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ജനുവരി 2025 ഫുൾ ഇയർ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.